എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചോറ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കൊണ്ടാട്ടമാണ്. കൊണ്ടാട്ടം പല രീതിയിൽ ഉണ്ടാക്കുമെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നൊരു രീതിയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 ഗ്ലാസ് ചോറ് എടുക്കുക. അത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല. അങ്ങനെ പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി എന്നിവ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക. കുഴയ്ക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാവും, കയ്യിൽ ഒട്ടിപ്പിടിക്കും. എന്നാലും നല്ലതുപോലെ കുഴച്ചെടുക്കുക. അതൊരു സേവാനാഴിയിലേക്ക് മാറ്റിയതിന് ശേഷം മുറുക്കിൻ്റെ അച്ചാണ് ഇതിലേക്ക് ഇടേണ്ടത്. വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിലേക്ക് ഇതുപോലെ അണിഞ്ഞെടുക്കുക. അണിഞ്ഞെടുത്ത കൊണ്ടാട്ടം വെയിലിൽ വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കുക. നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ദിവസം കൊണ്ട് തന്നെ ഉണക്കിയെടുക്കാൻ പറ്റും. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഇതുപോലെ പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഒന്നുകൂടെ ഉണക്കിയാൽ ഇതുപോലെ പൊട്ടിച്ച് എടുക്കാൻ പറ്റുന്ന പാകത്തിൽ ആയാൽ കൊണ്ടാട്ടം വറുക്കാൻ റെഡിയായി. ഇനി ഒരു അടുപ്പിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകിയതിന് ശേഷം മാത്രമേ കൊണ്ടാട്ടം ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. കൊണ്ടാട്ടം ഇതുപോലെ നല്ലപോലെ ഇളക്കി ബ്രൗൺ നിറമാകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ എല്ലാം വറുത്തെടുക്കുക. വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണിത്. ചോറിൻ്റെ കൂടെയോ ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും. പൊട്ടിച്ചാൽ നല്ല ക്രിസ്പി ആയിരിക്കുന്നത് കാണാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.